ഷേർട്ട് കോളർ വരുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീറ്റർ നൈറ്റി ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ 6 ഇഞ്ച്, ആം ഹോള് 6 ഇഞ്ച്, ചെസ്റ്റ് സൈസ് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് ബോഡി പാർട്ട് മാർക്ക് ചെയ്യുക. ഓപ്പണിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 23 ഇഞ്ചാണ്. നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിങ്ങുള്ള ഒരു ടോപ്പ് നൈറ്റി ക്ലോത്തിൻ്റെ മേലെ വെച്ച് മാർക്ക് ചെയ്താലും മതി. ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം സീം അലവൻസ് ആയിട്ട് ഷോൾഡർ മുതൽ ആ കൈക്കുഴി വരെ ഒരു 4 ഇഞ്ചും ബാക്കി ബോഡി പാർട്ടിൻ്റെ അടുത്ത് 2 ഇഞ്ചും ഓപ്പൺ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും 2 ഇഞ്ച് കൂടുതലെടുത്ത് കട്ട് ചെയ്യുക. 3 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് ക്ലോത്തും ബാക്ക് പാർട്ട് ക്ലോത്തും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ട് ക്ലോത്തിലെ നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നെക്ക് ഡെപ്ത്ത് 4 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഇതുപോലൊരു ബോക്സ് മാർക്ക് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് ഒരു യു ഷേപ്പാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ഈ ഫ്രണ്ട് പാർട്ട് ക്ലോത്ത് ഒരു ക്യാൻവാസ് 2ആയി മടക്കിയതിൻ്റെ മേലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഷോൾഡറും കഴുത്തും ഒരു പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. മെഷറിംഗ് ടാപ്പ് ഇതുപോലെ ചെരിച്ച് വെച്ചതിന് ശേഷം 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയായിട്ട് 0.3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം 8.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇതുപോലെ കർവ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഈ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇതുപോലെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മാർക്കിങ് ക്യാൻവാസിന് ഇപ്പുറത്തെ വശത്തും മാർക്ക് ചെയ്യുക. അതിന് ശേഷം ക്യാൻവാസ് ക്ലോത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ക്ലോത്തുമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോർഡർ പോലെ മാത്രമേ ക്ലോത്ത് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള എക്സസ് ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം ആദ്യം മാർക്ക് ചെയ്ത നെക്കും ഷോൾഡറും കട്ട് ചെയ്ത് കളയുക. ഈ ബോർഡർ പോലെ വെച്ചിട്ടുള്ള ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം. ബാക്ക് പാർട്ട് ക്ലോത്തിൻ്റെ നെക്ക് ഡെപ്ത്ത് വരുന്നത് 1.5 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചുമാണ്. അതും യു ഷേപ്പിൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ആ ബോർഡർ പോലെയുള്ള കട്ടിട്ട് കൊടുത്തിട്ടുള്ള ക്ലോത്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ക്ലോത്തിൻ്റെ മേലെയായിട്ട് ആ ക്ലോത്ത് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലേക്കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മറിച്ചിടുക. ഇപ്പോൾ നല്ല വശം വരുന്ന രീതിയിലാണ് അടിച്ചത്. ഉള്ളിലോട്ടാണത് മറിച്ചിടുന്നത്. അതിനുശേഷം അതിൻ്റെ മേലേക്കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ക്ലോത്ത് രണ്ടും കൂടി പിടിച്ചതിന് ശേഷം എത്രയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ 9.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തുനിന്ന് മേൽവശത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 9.5 ഇഞ്ചും 3 ഇഞ്ചും മാർക്ക് ചെയ്യുക.
9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കുക. അതിനുശേഷം 9.5 ഇഞ്ചിൽ നിന്ന് മേലോട്ട് വരച്ച ലൈനിൽ നിന്ന് പുറത്തേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേ ലൈനിൽ തന്നെ താഴേന്ന് മേൽവശത്തേക്കും 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തതിന് ശേഷം താഴത്തെ 3/4 ഇഞ്ചിൽ നിന്ന് ആ 3 ഇഞ്ചിലേക്ക് കേർവ് ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കണം. നമ്മളെടുത്ത മെഷർമെൻറ്റ്സ് എല്ലാം ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെഷറിംഗ് ടേപ്പ് സ്റ്റാർട്ടിങ് തൊട്ട് ആ പോയിൻ്റ് വരെ വെച്ച് നോക്കുമ്പം 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ മേലേക്ക് വെച്ച് ബോർഡർ പോലെ മാത്രം ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ക്ലോത്തും കൂടെ വേണം. കോളറിൻ്റെ കോർണർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കോർണറിൻ്റെ അവിടെ എത്തുമ്പം നീഡിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരു നൂല് കുറച്ച് കട്ടിയിലെടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നീഡിലൊന്ന് പൊക്കിയിട്ട് ഒന്ന് താഴ്ത്തുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ 2 സൈഡിലുള്ള നൂല് ഒരു സൈഡിലേക്ക് എടുത്ത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നേരെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ കോർണറിലും ചെയ്യാം. കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നേരത്തെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നൂല് ഇതുപോലെ കാണും. അത് ഒന്ന് വലിക്കുക. അപ്പോൾ കോർണർ കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ടോപ്പിൻ്റെ ക്ലോത്തും കോളറും ഒരുമിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. കോളറിൻ്റെ ഒരു ക്ലോത്ത് ടോപ്പിൻ്റെ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറ്റേ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ സ്റ്റിച്ച് ചെയ്യാം. കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മേലെ നിന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതിനുശേഷം ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുക. ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ 2 പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ ഓപ്പണിലും ചെയ്യാം. ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിവശം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.